അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ആ മങ്കി ടെമ്പിളിൻ്റെ മുന്നിലാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ കയറാനുള്ള പരിപാടി നോക്കാം. ഇവിടെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇത് കൂടെ ഒരു വഴിയുണ്ട് അങ്ങോട്ട് കയറാൻ. അവിടെയും വഴിയുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ എൻട്രൻസിലൂടെ ഇതിൻ്റെ മുന്നിൽ നിന്ന് കയറാം കേട്ടോ. അപ്പോൾ ഇത് അത്ര ഒരു പഴയ നിർമ്മിതിയൊന്നുമല്ല, നമുക്ക് കണ്ടറിയാം കുറച്ചൊരു പുതിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ കയറി വരുമ്പോഴേ ഇവിടെ കുറച്ച് വലിയ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശ്രീബുദ്ധൻ്റെ നടുക്കിലുള്ളതാണ്. പിന്നെ അനിയ ഇതെന്താ ഈ 3 സാധനങ്ങൾ? ഓ, ശ്രീബുദ്ധൻ്റെ 3 ഭാവങ്ങളാണ് തോന്നുന്നത്. അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പക്ഷെ എന്താ സ്റ്റൈലുണ്ട് കാണാം അല്ലേ? വലിയ സാധനമാണ്. അപ്പൊ ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ടോ? ബാക്കിലൊക്കെ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഒരു മിനിറ്റ്. പിന്നെ ഈ ബുദ്ധന്മാരുടെ ഈ ബുദ്ധക്ഷേത്രങ്ങളിൽ പോയാൽ ഉണ്ടാകുന്ന മെയിൻ സാധനങ്ങളാണ്. പല സൈസിലും പിന്നെ പല സൈസിലുള്ള ഈ ഇങ്ങനത്തെ ഇവരുടെ പ്രാർത്ഥന എന്താ പറയുക, ആ റോളറുകൾ. ഇതാണ് ഇവരുടെ മെയിൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ എഴുതിയ സാധനം. അപ്പോൾ അതിങ്ങനെ പല സൈസിലുള്ള സാധനങ്ങളുണ്ടാവും കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അവരുടെ മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ അവരുടെ കുറേ ഈ സ്തൂപങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബുദ്ധക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്വയംഭൂ ക്ഷേത്രം, അതായത് ശിവൻ്റെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോകുന്ന വഴി സ്റ്റെപ്പുകളായിട്ടുള്ള ഇങ്ങനെ കയറി പോകാനുള്ള ഒരു പൈൻ ട്രീ മരത്തിൻ്റെ കൂട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ള സ്റ്റെപ്പുകളാണ്. റോഡ് അങ്ങനെ ഈ സൈഡിലൊക്കെ കുറേ കച്ചവടക്കാരിരിക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പിള്ളേർ വന്നിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തരും അവന്. അത് കുറച്ച് ദൂരം ഉണ്ട് തോന്നുന്നത് അങ്ങനെ കേട്ടോ. ഇതിന് താഴത്തൂടെ അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ റോഡുണ്ട്, മനസ്സിലാ റോഡിലൂടെ പോവാം. അല്ലെങ്കിൽ അങ്ങനെ ഇതിലൂടെ നടന്നു പോവാം. ഇവിടെ നടന്നു പോകാറുണ്ട്. ഈ നടന്നു പോകുന്ന രസമാണ്. അപ്പോൾ അവിടെ വെയിലൊന്നുമില്ല, തണലായത് കാരണം ചെറിയൊരു തണുപ്പുള്ള കാരണം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലൂടെ നടന്നു വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ റോട്ടിലേക്ക് കയറാം കേട്ടോ. ശരിക്കും ഈ മുകളിൽ വരാൻ വേണമെങ്കിൽ ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ വരാം. നമ്മളിതിന് അതിനോട് നടന്നിങ്ങനെ കയറിയിട്ട് ഇതിലൂടെ കുറച്ചുകൂടി മുകളിലേക്ക് നടന്ന് കയറാണ്ട്. അപ്പോൾ അതാ ദൂരെ കാണുന്നതാണ് സ്വയംഭൂ ക്ഷേത്രം. അപ്പോൾ നമ്മൾ നടന്നതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറാൻ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമുണ്ട്. അതിനുള്ളിൽ കയറാൻ നമ്മൾ ഇന്ത്യക്കാർക്കും നേപ്പാളികൾക്കൊക്കെ ഇവിടെ 50 രൂപയാണ് കേട്ടോ. നേപ്പാളികൾക്ക് എനിക്ക് ടിക്കറ്റില്ല ആവുന്നത്. ഇന്ത്യക്കാർക്ക് 50 നേപ്പാളി റുപ്പീസും ഫോറിനേഴ്സിന് പിന്നെ 200 നേപ്പാളി റുപ്പീസാണ്.
ഇവിടെയും ബുദ്ധൻ്റെ കുറേ പ്രതിമകളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേൾഡ് പീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്ലോബിൻ്റെ മാതൃകയിൽ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു പാത്രമുണ്ട്, ആളുകളായിരിക്കും പൈസ എറിഞ്ഞ് വീഴ്ത്തുന്നൊക്കെ ഉണ്ട്. മേ പീസ് പ്രിവെയിൽ ഓൺ എർത്ത്, വേൾഡ് പീസ് പോണ്ടാണ് അത്രേ. അതിക്ക് എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ഫുള്ള് സമാധാനമാവുന്നതാണ്. വെറുതെ അല്ല ലോകത്തിൽ സമാധാനം, ഇത്രയും ആൾക്കാർ എറിഞ്ഞിട്ട് അതിക്ക് വീണില്ല അല്ലേ. അപ്പൊ സായിപ്പുമാരൊക്കെ ഇവിടെ വന്നിട്ട് ആവേശത്തോടു കൂടി അതിലേക്ക് എറിയുണ്ട്. ഒന്നും വീണില്ലല്ലോ അതിക്ക്. ഇല്ല. ഇവിടെ സ്വയംഭൂ ഇൻഫർമേഷൻ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഇതിന് മുകളിലേക്ക് അങ്ങനെ കയറിപ്പോയി നോക്കാം. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഈ നേപ്പാളിൽ പൊതുവെ ഒരു ഹിന്ദു കൾച്ചറും ബുദ്ധ കൾച്ചറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ പോയാലും അവിടെ ബുദ്ധന്മാരുടെ കുറേ ക്ഷേത്രങ്ങളും കാര്യങ്ങളും പ്രാർത്ഥനാ സ്ഥലങ്ങളും ഇതൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് ബുദ്ധ സ്ഥലങ്ങളിൽ പോയാലും അവിടെ ഹിന്ദു കൺസെപ്റ്റുള്ള കുറേ സാധനങ്ങളുണ്ടാവും. അത് രണ്ടും ഒരുപോലെ ഒരു മിക്സിലായിട്ട് പോകുന്ന അവസ്ഥയാണ്. അങ്ങനെ മുകളിൽ കയറി വന്നല്ലേ. ഇവിടെ കഫേകളും പിന്നെ നമ്മൾ മറ്റവിടെ നമ്മുടെ ദർബാറിൽ കണ്ട പോലെയുള്ള കുറേ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ പുതിയ കൺസ്ട്രക്ഷനുണ്ട്, അതിന് കൂട്ടത്തിൽ പഴയ കൺസ്ട്രക്ഷനുണ്ട്. നമ്മൾ മറ്റേ പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു സ്ലൈറ്റിലൊക്കെ കൊത്തുപണികൾ ഈ കല്ലുണ്ടല്ലോ, സ്ലൈറ്റ് കല്ല് പോലത്തെ, അതിലിരുന്നിട്ട് ഇങ്ങനെ കൊത്തുപണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുള്ളികൾ വെച്ചിട്ട്. ഇവിടെയൊക്കെ അങ്ങനത്തെ കുറേ സുവനീർ സാധനങ്ങൾ വിൽക്കണ കടകളുണ്ട്. ഇഷ്ടം പോലെ കടകളാണ്. ഇവിടെ കുറേ കൊത്തുപണികളുടെ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ കുറേ ചെറിയ അമ്പലങ്ങളുടെ ഷേപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ നമ്മൾ ദൂരേന്ന് കാണുന്ന മെയിൻ സ്തൂപം എന്ന് പറയുന്നത്. ഇതായിരിക്കും സ്വയംഭൂ എന്ന് പറയുന്ന സാധനം. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ സ്വയം പൂജാതനായ എന്നുള്ള അർത്ഥം. ഇവിടെ പിന്നെ വേറെ ഇതൊരു അമ്പലപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് പൊളിഞ്ഞു പോയതാണ് വന്നത്, റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നത്. പിന്നെ ഇങ്ങനെ ഈ വിളക്ക് കത്തിക്കലുള്ളത് ഇത് ശരിക്കും ബുദ്ധന്മാരുടെ ഇതിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഹിന്ദു ഇതിലുണ്ട് വന്ന് ഇങ്ങനെ മറ്റേ വിളക്ക് കത്തിക്കലും ദീപാരാധന എന്നൊക്കെ പറഞ്ഞിട്ടേ അതുപോലെയുള്ള ഇവർ ഇങ്ങനെ ബുദ്ധന് വിളക്ക് കത്തിച്ച് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ബുദ്ധൻ്റെ ഒരു ഇതുണ്ട്, പ്രതിമയുണ്ട്, ഒരു ഗോൾഡൻ കളറിലുള്ള. ഫോട്ടോ ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാവരും പൈസ അങ്ങനെ ചുറ്റി വെക്കുന്നത്. അപ്പോൾ അതിന് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല ഉണ്ട്, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്വയംഭൂ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഈ കാഠ്മണ്ഡു സിറ്റിയുടെ ടൗണിൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് കിട്ടും കേട്ടോ. കിലോമീറ്ററുകളോളം ഒക്കെ ബിൽഡിങ്സാണ്.
ഇങ്ങനെ ദൂരേക്ക് ആ മലനിരകളുടെ അടി വരേക്കും വ്യാപിച്ച് കിടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് പരന്ന് കിടക്കുന്ന ഒരു വലിയ ഡെവലപ്ഡ് ഏരിയ ആണെന്ന്. കിടക്കണം ഈ ഇപ്പറേ സൈഡിലേക്കൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു സൈഡിലേക്കുള്ള വ്യൂ ആണ്. അങ്ങനെ 4 സൈഡിലേക്കും ചുറ്റുപാട് പരന്ന് കിടക്കുക. അത് ഇവിടെ കണ്ട മെറ്റൽ കൊണ്ടിൽ ഇങ്ങനെ ഷീറ്റുകളിലേ ഓളകളിൽ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കിയല്ല, അതിങ്ങനെ അടിച്ചുണ്ടാക്കിയിരിക്കുന്ന ഷേപ്പുകളാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അവിടെ. അങ്ങനെ നമ്മൾ ഈ സ്വയംഭൂ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി ഇവിടെ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇനി ഇവിടെ വേറെ അടുത്ത് കുറച്ച് പശുപതി ക്ഷേത്രം അങ്ങനെയൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.